ഹല്ലേലൂയ. യേശു പറയുക, കുരിശു വഹിക്കാതെ എന്നോടൊപ്പം ഒരു ജീവിതമില്ല. യേശുവിന്റെ കൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത് കുരിശിന്റെ ജീവിതം തന്നെയാണ്. കണ്ണുനീരും സങ്കടങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും രോഗങ്ങളും കടബാധകളും ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. അതിന് രണ്ട് കാരണമുണ്ട്. എന്നത് പറയാമോ? മനുഷ്യൻ ജീവിതത്തിൽ രോഗങ്ങളും ദുഃഖങ്ങളും ഈ പ്രയാസങ്ങൾക്ക് വരാൻ രണ്ട് കാരണമുണ്ട്. എന്താ? ഒന്ന്, മനുഷ്യൻ പാപം ചെയ്യുന്നു. രണ്ട്, ഈ ഭൂമിയിൽ സാത്താൻ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. മനുഷ്യൻ പാപം ചെയ്യുന്നു, സാത്താൻ ഈ ഭൂമിയിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അപരാധികളും നിരപരാധികളും സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വരും. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, എന്തിനാ ഒരു തെറ്റ് ചെയ്യാത്തവർക്ക് ഇതുപോലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉണ്ടാവുന്ന, തകർച്ച ഉണ്ടാവുന്നത്? കാരണം ഈ ഭൂമിയിൽ സാത്താനുണ്ട്, മനുഷ്യൻ പാപം ചെയ്യുന്നു. അതുകൊണ്ട് പാപത്ത് ജീവിക്കുന്നവരും അപരാധത്ത് ജീവിക്കുന്നവരും നിരപരാധികൾ, ഒരു തെറ്റും ചെയ്യാത്തവരും ഒക്കെ പ്രയാസത്തിലൂടെ കടന്നു പോകേണ്ടി വരും, സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ഈ ഭൂമിയിൽ ലോകത്തിൻ്റെ അവസാനം വരെ അങ്ങനെ ആയിരിക്കും കേട്ടോ, ഒരു സംശയമില്ല. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. ഹല്ലേലൂയ. നമുക്ക് രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല. കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുവാൻ സാധ്യമല്ല. ഞാൻ ഈ ഒരു ഭാഗം നിങ്ങളുടെ പങ്കുവെച്ചത് അടുത്ത ആഴ്ച നമ്മൾ വലിയ ആഴ്ചയിലേക്ക് കിടക്കുകയാണ് അല്ലേ? പെസഹവ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ. അപ്പം ദുഃഖവെള്ളിയും ദുഃഖശനിയും കഴിഞ്ഞ് ഒരു ഈസ്റ്റർ ഉണ്ട്, ഒരു ഉയർപ്പുണ്ട്. കണ്ണുനീരും സഹനങ്ങളും കയ്പിൻ്റെ അനുഭവങ്ങൾ കഴിഞ്ഞ് ഒരു മധുരം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഉറച്ചു വിശ്വസിച്ചു. മധുരം ഒരുക്കി വെച്ചിട്ടുണ്ട്. മധുരമേറിയ ജീവിത അനുഭവങ്ങളിലൂടെ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും നയിക്കും. വീണ്ടും നമ്മൾ പുറപ്പാട് 15 തിരിച്ചു വരികയാണ്. അവിടെ പറയുന്നു, നിന്റെ മേൽ ഈജിപ്തുകാർ മേൽ വരുത്തിയ മഹാമാരികളൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഞാൻ നിനക്ക് സൗഖ്യം നൽകും. നിന്റെ ശരീരത്തിനും മനസ്സിനും ഓർമ്മകളിലും നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഞാൻ നിന്നെ സൗഖ്യമാക്കും. അതിനുശേഷം അവർ ഏലീം ദേശത്ത് വന്നു. ഷൂർ മരുഭൂമിയുടെ യാത്രയിൽ മാറായിലെത്തി. കയ്പുള്ള വെള്ളം മധുരമായിട്ട് മാറി. വീണ്ടും അവർ യാത്ര തുടരുകയാണ്. ഏലീം ദേശത്ത് അവരെത്തിച്ചേർന്നു. അവിടെ 12 നീരുറവകൾ. ഇത് പുതിയ നിയമത്തിലേക്കുള്ളൊരു സൂചനയാണ്. 12 നീരുറവകൾ. അത് 12 അപ്പസ്തോലന്മാരെ സൂചിപ്പിക്കുന്നു. 12 നീരുറവകൾ അവിടെ ഉണ്ടായിരുന്നു. 70 ഈന്തപ്പനകൾ. യേശു 70 പേരെ തെരഞ്ഞെടുത്ത് നാനാ ദേശങ്ങളിലേക്ക് അയക്കുന്ന ശിഷ്യ സമൂഹമായിട്ട് ഉണ്ടായിരുന്നു. അവിടെ ജലാശയത്തിന് സമീപം അവർ പാളയമടിച്ചു. ഏലീം ദേശത്ത് വലിയ ഒരു ജലാശയമുണ്ട്. അവിടെ ആ ജനം പാളയമടിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ പറയുന്നു 12 നീരുറവകൾ. ഇത് പുതിയ നിയമത്തിലേക്കുള്ള ചില സൂചനകൾ നമുക്ക് നൽകുകയാണ്. നമുക്കറിയാം, 12 അപ്പസ്തോലന്മാരിൽ ഒരാളായ സെന്റ് തോമസ് ഈ ഭാരതത്തിന്റെ മണ്ണിലേക്ക് വന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാൻ സ്ത്രീ ഇങ്ങനെ അവര് ശിഷ്യന്മാര് ആയിട്ട് സംസാരിക്കുമ്പോൾ ലാസറിന്റെ മരണം അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മറ്റു ശിഷ്യന്മാർ പറയുകയാണ്, നിന്റെ ശത്രുക്കള് നിന്നെ നോക്കിയിരിക്കുകയാണ്, പതിയിരിക്കുകയാണ്, നിന്നെ പിടിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അവർ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി,
അവിടെ 11-ാം അധ്യായത്തിന്റെ ആരംഭം പറയുന്നു, ലാസർ എന്ന പഴയ ഒരുവൻ രോഗം ബാധിതനായി, ഇവൻ മറിയത്തിൻ്റെയും അവിടെ സഹോദരിയായ മർത്തായുടെയും സഹോദരനായിരുന്നു, ബഥാനിയയിൽ നിന്നുള്ളവനായിരുന്നു. ഒരു വലിയ സമ്പന്നനായിരുന്നു ബഥാനിയ. അവിടേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ മറ്റു ശിഷ്യന്മാർ പറയുന്നത്, നിന്നെ അവര് പിടിക്കാനൊക്കെ കാത്തിരിക്കാം. അപ്പോൾ സെന്റ് തോമസ് അപ്പസ്തോലൻ പറയുകയാണ്, ദിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, അവനോടൊപ്പം മരിക്കാൻ നമുക്ക് പോകാം. 16-ാം വചനം, അവനോടൊപ്പം മരിക്കാൻ നമുക്ക് പോകാം. യേശുവിന്റെ കൂടെ ഉള്ള യാത്ര അത് കുരിശിന്റെ വഴിയാണ്, ക്രൂശിതന്റെ വഴിയാണ്. നമുക്കും അവനോടൊപ്പം മരിക്കാൻ പോകാം. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും അനുദിനം ക്രിസ്തുവിനോടുകൂടി മരിക്കണം. ജഡത്തിന്, ലോകത്തിന്, ആസക്തികൾക്ക് എല്ലാം ക്രിസ്തുവിനോടുകൂടെ മരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. കുരിശ് കാണുമ്പോൾ ഭയപ്പെടരുത്. സഹനങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കരുത്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിന്റെ സഹനത്തിന്റെ വേളകളിൽ ദൈവം നിന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുകയാ. എഫ്രായീം എന്റെ വത്സലപുത്രനല്ലേ, എന്റെ പൊന്നോമന കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവനോട് എനിക്ക് നിസ്സീമമായ കരുണ തോന്നുന്നു. അവന് വേണ്ടി എന്റെ ഹൃദയം തുടിക്കുന്നു. അവന് വേണ്ടി എന്റെ ഹൃദയം തുടിക്കുന്നു. കാൽവരിയിൽ കുരിശിൽ സഹനത്തിന്റെ തീച്ചൂളയിൽ വെന്തു നീറുന്ന ക്രിസ്തുവിന്റെ ഹൃദയം കുത്തിപ്പിളർക്കപ്പെട്ടു. ആ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ സഹിക്കുന്നവർക്കെല്ലാം ഇടമുണ്ട്. ആ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ സഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇടമുണ്ട്. സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. സഹിക്കുന്നവരെ നിങ്ങൾ കർത്താവിന് പ്രിയപ്പെട്ടവരാ. കർത്താവ് നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും സഹനം വന്നു എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കരുത്. സഹനം വരുമ്പോൾ താങ്ങാൻ കർത്താവ് ബലം നൽകും. ആ സഹനങ്ങൾ, ആ കയ്പ് അവൻ ജീവിതത്തിൽ മധുരമാക്കി മാറ്റുകയും ചെയ്യും. അപ്പോസ്തലൻ പറയുന്നു, നമുക്കും അവനോടൊപ്പം മരിക്കാൻ പോകാം. ആ യാത്ര അപ്പോസ്തലൻ തുടരുകയാ. പെന്തക്കോസ്താ ദിനം ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു. അതിനു മുൻപ് യേശുവിന്റെ മുറിവിൽ തൊട്ട് യേശുവിൽ ഉറച്ചു വിശ്വസിച്ച അപ്പോസ്തലൻ, ആ മുറിവിൽ തൊട്ട വ്യക്തി അപ്പോസ്തലൻ. എത്ര ഭാഗ്യവാനല്ലേ അപ്പോസ്തലനായ സെന്റ് തോമസ്. ഈ ഭാരതത്തിന്റെ മണ്ണിൽ വന്ന് സുവിശേഷം പറഞ്ഞു. അവസാനം നമുക്കറിയാം ചരിത്രം. തമിഴ്നാട്ടില് എവിടെ വെച്ചാ വധിക്കപ്പെടുന്നത്? സെന്റ് തോമസ് മൗണ്ട് എന്നൊക്കെ കേട്ടില്ലേ അല്ലേ? അവിടെ വെച്ച് അപ്പോസ്തലനെ കൊല്ലുകയാണ്. കുന്തം കൊണ്ട് കുത്തിക്കൊന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലനായ സെന്റ് തോമസിന്റെ രക്തം വീണ മണ്ണാണ് ഈ ഭാരതത്തിന്റെ മണ്ണ്. ഹല്ലേലൂയ. അപ്പോസ്തലന്റെ രക്തം വീണ മണ്ണ്. യേശുവിന്റെ രക്തം വീഴുന്നത് കണ്ടവരാണ് സെന്റ് തോമസ് അപ്പോസ്തലൻ. അവനോടൊപ്പം മരിക്കാൻ പോകാം എന്ന് പറഞ്ഞ അപ്പോസ്തലൻ ഇവിടെ ഈ ഭാരതത്തിന്റെ മണ്ണിൽ വിശ്വാസത്തിന്റെ വിത്ത് വിതച്ചു. ഇവിടെ രക്തം ചുന്തി. ആ രക്തത്തിൽ നിന്ന് കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ ഇവിടെ ഇപ്പോൾ ഉണ്ട്. 2% എന്നാണ് പറയുന്നത്. അതുപോരാ, ഇവിടെ വലിയ ഒരു ഉണർവ് ഈ ഭാരതത്തിൽ തുറക്കപ്പെടണം. സെന്റ് തോമസ് അപ്പോസ്തലന്റെ രക്തം വീണ ഈ മണ്ണിൽ കോടിക്കണക്കിന് മനുഷ്യർ ഇനിയും ക്രിസ്തുവിനെ അറിയണം. ജനകോടികൾ ഈ ഭാരതത്തിൽ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനെ ആരാധിക്കണം, അവനെ സ്നേഹിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോസ്തലൻ ജീവൻ ക്രിസ്തുവിന് വേണ്ടി കൊടുക്കുകയാണ്. നമ്മുടെ ഈ കൊച്ചു ജീവിതം, ഈ ജീവിതത്തില് ദുഃഖത്തിന്റെ അനുഭവങ്ങൾ, തകർച്ചയുടെ അനുഭവങ്ങൾ, പരാജയത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷേ തകർന്നു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കരമുയർത്തി ഒന്ന് സ്തുതിക്കാവോ? ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഒന്ന് വിളിച്ചേ യേശുവേ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ.
യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ യേശുവേ എന്ന് വിളിച്ചേ. ഹല്ലേലൂയ. യേശുവേ വിളിച്ചേ. തകർന്നു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. തകർന്നു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നലെ നമ്മുടെ എറണാകുളത്തെ ധ്യാന സമാപനമാണ്. ആ ധ്യാനം കഴിഞ്ഞു. ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ ഒരു ഫാമിലി എൻ്റെ അടുക്ക കൊണ്ടുവന്നു. സിസ്റ്റർ പറയുക, ബ്രദറെ, ഇത് എൻ്റെ ആങ്ങളെയാണ്, ഭാര്യ, 3 പെൺമക്കൾ. എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടി ബ്രദറിന് പ്രാർത്ഥിക്കണം, വലിയ തകർച്ചയിലാണ്. ഞാൻ ചോദിച്ചു എന്താ വിഷയം, പേരൊക്കെ ഞാൻ ചോദിച്ചു പറഞ്ഞു. പറയണം, ബ്രദറെ, എക്സ്പോർട്ടിങ് ബിസിനസ്സായിരുന്നു, സീ ഫുഡിൻ്റെ പങ്ക് ബിസിനസ്സായിരുന്നു. 2 പേര് കൂടി ഉണ്ടായിരുന്നു. ഒരു വർഷം ഏകദേശം 40 കോടിയൊക്കെ രൂപ ടേൺ ഓവർ ഉണ്ടായിരുന്നു. കൂടെയുള്ള 2 വ്യക്തികൾ ഈ മകനെ ചതിച്ചു. അങ്ങനെ പണം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ആ മനുഷ്യന് 10 കോടി രൂപ കടബാധ്യത. വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ്. ഇത്രയും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറയുകയാണ്, ആ പാവ സ്ത്രീ പറയുക, ബ്രദറെ, ഭർത്താവ് ഇപ്പോൾ പറയുന്നത് 3 പെൺമക്കളാണ്. മൂത്ത കുട്ടി +2, അടുത്തത് 9, 8, നല്ല മിടുക്കൽ പെൺകുട്ടികൾ. ഭർത്താവ് പറയുക, നമുക്ക് ആത്മഹത്യ ചെയ്യാം, നമുക്കിനി ജീവിക്കേണ്ട, 10 കോടി രൂപ കടബാധ്യത, ഒരു വഴിയില്ല. ഭാര്യയോടും പിള്ളേരോടും ഈ മനുഷ്യൻ പറയുക, നമുക്ക് ആത്മഹത്യ ചെയ്തേക്കാം. ആ ചെറുപ്പക്കാരന് 45 വയസ്സ് കാണും. നമുക്ക് ആത്മഹത്യ ചെയ്തേക്കാം, ജീവിതം അവസാനിപ്പിച്ചേക്കാം. ഇവർക്ക് പ്രേരണ കൊടുത്തുകൊണ്ടിരിക്കുക മനുഷ്യൻ. സിസ്റ്റർ പറയുക, വലിയ സങ്കടത്തിലെ ബ്രദറെ, ഞാനൊരു വിഷമെല്ലാം കിട്ടു, ഇവൻ്റെ തലയൊക്കെ വെച്ച് ഇവന് ആത്മഹത്യയുടെ പ്രേരണ കൊടുക്കുന്ന പിശാചിനൊക്കെ ബന്ധിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. 27-ാം തീയതി ധ്യാനത്തിന് വരാനായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ധ്യാനത്തിന് വരാമെന്ന് സംഭവിച്ചിരിക്കുകയാണ്. കൂട്ടുകാർ 2 പേര് ചതിച്ചതാ. 40 കോടി രൂപ പോയി. പങ്ക് ബിസിനസ്സാണ്, നഷ്ടപ്പെട്ടു. ഇപ്പം 10 കോടി രൂപ പിന്നെ കടബാധ്യത എല്ലാം പിന്നെ പടലിക്കായി. ഒരു വഴിയില്ലാത്ത അവസ്ഥയിൽ വിഷമിക്കുക. വേറെ വീടും സ്ഥലങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെയെങ്കിലും വിറ്റുമൊക്കെ കടം തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. കച്ചവടം മുന്നോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. മൊത്തത്തിൽ പ്രയാസപ്പെട്ടിരിക്കുക. ആ ചേച്ചി പറയുക, ബ്രദറെ, ഈ മനുഷ്യൻ പറയുന്നത് കുഞ്ഞുങ്ങളെയും നമുക്കെല്ലാവർക്കും കൂടെ ആത്മഹത്യ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ ദിവസമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങി വരുവിൻ, നിങ്ങൾക്ക് ഇരട്ടി പങ്ക് മടക്കി തരുമെന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്നു. സക്കറിയ 9:12. പ്രത്യാശയുടെ തടവുകാരെ, പ്രത്യാശ ഉള്ളവരും പ്രത്യാശ നഷ്ടപ്പെട്ടവരും തടവിലാക്കപ്പെട്ടവരും ഒക്കെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങി വരിക. നമ്മുടെ രക്ഷാദുർഗം യേശുക്രിസ്തു എന്ന വ്യക്തിയാ. കാൽവരി കുരിശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവ നമ്മുടെ രക്ഷാദുർഗം. അവിടെ കയറിപ്പറ്റിയാ പിന്നെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. രക്ഷാദുർഗം, അവിടേക്ക് വരിക, രക്ഷാദുർഗത്തിലേക്ക് മടങ്ങി വരിക. അടുത്ത വചനം പറയുന്നു, നിനക്ക് ഇരട്ടി പങ്ക് മടക്കി തരുമെന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്നു. അവിടെ ഒരു പ്രഖ്യാപനമാണ് കർത്താവ് ചെയ്യുന്നത്. ജീവിതത്തില് സമ്പത്ത് നഷ്ടപ്പെട്ടവരുണ്ട്, ആരോഗ്യം നഷ്ടപ്പെട്ടവരുണ്ട്, ജീവിതത്തില് എല്ലാം തകർന്നവരുണ്ട്. കർത്താവ് വിളിക്കുന്നു, നിനക്ക് നഷ്ടപ്പെട്ടത് ഇരട്ടിയായി 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 ഞാൻ തിരിച്ചു തരും. നമ്മുടെ കർത്താവ് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇരട്ടിയായിട്ട് കർത്താവ് തിരിച്ചു തരും. നിനക്ക് എന്തു നഷ്ടപ്പെട്ടോ ഇരട്ടിയായിട്ട് തിരിച്ചു തരും. ഹല്ലേലൂയ. ഞാനിപ്പോൾ അനുഭവം പറഞ്ഞില്ലേ, 10 കോടി കടബാധ്യക്കാരൻ ഉറപ്പാണ്. കർത്താവ് അവൻ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കും. അവൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല,